പാകിസ്ഥാനിൽ സിറിഞ്ചുകൾ ആവർത്തിച്ചുപയോഗിച്ച 331 കുട്ടികൾക്ക് HIV ബാധ. തൗൺസയിലെ THQ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ കുട്ടികൾക്കാണ് HIV ബാധ സ്ഥിരീകരിച്ചത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അരവിന്ദ്, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? നമ്മുടെ ആശുപത്രിയിൽ നടത്തിയ ഒരു രഹസ്യ അന്വേഷണത്തിലാണ് ഇപ്പോൾ അതിദാരുണമായി സംഭവത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. 2024 നവംബറിനും 2025 ഡിസംബറിനും ഇടയിൽ 331 കുട്ടികൾ HIV ബാധിതയായെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ആശുപത്രിയിൽ സിറിഞ്ചുകൾ ആവർത്തിച്ച് ഉപയോഗിച്ചതാണ് ഈ 331 കുട്ടികൾക്കും അസുഖബാധിത വരാൻ കാരണമായതെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. BBC നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ കാലയളവിൽ 2024 2025 ഇടയിലാണ് ഈ 331 കുട്ടികളിൽ ഇത്തരത്തിൽ അണുബാധ കണ്ടെത്തുകയും പിന്നീട് ഈ കുട്ടികളുടെ കുടുംബത്തിന് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ മാതാപിതാക്കൾക്കൊന്നും HIV ബാധിത ഇല്ലായിരുന്നു. ഇതിനു പിന്നാലെയാണ് ആശുപത്രി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത അനാസ്ഥ ഈ കുട്ടികൾക്ക് രോഗബാധ ഉണ്ടാകാൻ കാരണമായെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബമടക്കം രംഗത്ത് വന്നിരുന്നു. പാകിസ്ഥാനിൽ മുൻപും ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ലോകാരോഗ്യ സംഘടന അടക്കം ഈ വിഷയത്തിൽ ഇടപെടണമെന്ന വിമർശനവും വിവിധ കോണിൽ നിന്ന് ഉയരുകയാണ്. അതുതന്നെയാണ് അരവിന്ദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെയും ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അതിന് യാതൊരുവിധ പ്രതിവിധിയും ഉണ്ടായില്ല എന്ന് തന്നെയല്ലേ ഇപ്പോൾ ഈ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നിലവിലിപ്പോൾ 331 എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായ കണക്കുകളാകണമെന്നില്ലല്ലോ അരവിന്ദ്. ഈ ആശുപത്രിയിലെ ഒരു മേഖലയിൽ ചികിത്സയിലെത്തിയ കുട്ടികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 331 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റു കുട്ടികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് പലരും ഇവിടെ ചികിത്സയ്ക്ക് എത്തിയിട്ടുണ്ട്. അവരെയെല്ലാം പരിശോധിച്ചാൽ ഒരുപക്ഷെ ഈ സംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന ആശങ്കകൾ നിലനിൽക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള അനാസ്ഥകൾ ഇതാദ്യമായല്ല. മുൻപും ഈ സമാനമായ സംഭവങ്ങൾ ഇസ്ലാമാബാദിലെ വിവിധ ആശുപത്രികളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. കൃത്യമായി ആരോഗ്യ മേഖലയിലെ കാരണം വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ആശുപത്രി നടത്തുന്നു. അതുപോലെ തന്നെ കൃത്യമായ ഈ സിറിഞ്ചുകൾ അടക്കം ആവർത്തിച്ച് ഉപയോഗിച്ചതാണ് ഇത്തരത്തിൽ അണുബാധ ഉണ്ടാകാനുള്ള കാരണമെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. എന്തായാലും കടുത്ത നടപടികളിലേക്ക് പോകണം എന്ന കാര്യം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണം ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നോ അതുപോലെ തന്നെ പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. BBC നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രാദേശികമായി ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ ഇത്തരത്തിൽ തന്റെ ക്ലിനിക്കിലെത്തിയ ചില കുട്ടികളിൽ HIV ബാധ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഇത് റിപ്പോർട്ട് ചെയ്യുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രി കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയും ചെയ്തത്. എന്തായാലും അതിദാരുണമായ സംഭവം. കാരണം ഈ 331 കുട്ടികളുടെയും ഭാവിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ദുർഘടമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവർക്ക് ആവശ്യമായ ചികിത്സകൾ ഇനി എങ്ങനെയാണ് ഇവരുടെ മുന്നോട്ട് പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. എന്തായാലും കൂടുതൽ പരിശോധനകൾ ആ മേഖലയിലെ കുട്ടികളടക്കം കേന്ദ്രീകരിച്ച് നടത്തുന്നതാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ 331 കുട്ടികൾക്ക് ഇത്തരത്തിൽ സിറിഞ്ചുകൾ ആവർത്തിച്ച് ഉപയോഗിച്ചതുകൊണ്ട് HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് PR അരവിന്ദ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.